അവരുടെ കയ്യിൽ നിന്നും മോഡത്തിന് ലോഗിൻ ചെയ്യുന്നതിനുള്ള യൂസർ നെയിമും പാസ്വേഡും കളക്ട് ചെയ്യുക. അതിനുശേഷം നേരെ ഇത് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആണ് കാണുന്നത്. ഈ ഒരു ഇന്റർഫേസിൽ നിങ്ങൾ ആദ്യം തന്നെ മുകളിൽ കാണുന്ന നെറ്റ്വർക്ക് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഈ നെറ്റ്വർക്കിൽ നമുക്ക് ഇവിടെ താഴെയാണ് ഒരു യൂസർ നെയിം, ഒരു പാസ്വേഡ് എന്നിങ്ങനെ രണ്ട് ഓപ്ഷൻ കാണാം. ഒരു കാരണവശാലും ഈ ഒരു യൂസർ നെയിം പാസ്വേഡ് എന്നുള്ളത് നിങ്ങളുടെ വൈഫൈയുടെ പേരോ പാസ്വേഡോ ചേഞ്ച് ചെയ്യാനുള്ള സ്പേസ് അല്ല. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഒരു സ്പേസിൽ ഒരു കാരണവശാലും നിങ്ങൾ ഇവിടെ വൈഫൈയുടെ പേരോ പാസ്വേഡോ ചേഞ്ച് ചെയ്യരുത്. അതിനു പകരം ഈ നെറ്റ്വർക്കിന് തൊട്ട് താഴെ കാണുന്ന ഈ ഒരു സ്പേസ്, അതായത് നെറ്റ്വർക്കിന് തൊട്ട് താഴെ കാണുന്ന ഈ WLAN ക്ലിക്ക് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് ഇവിടെ SSID എന്ന് കാണാം. ഈ ഒരു SSIDയിലാണ് നിങ്ങളുടെ വൈഫൈയുടെ പേര് നിങ്ങൾ ചേഞ്ച് ചെയ്യേണ്ടത്. ഈ SSID എന്ന് ഇവിടെ ഞാൻ കാണിച്ചിട്ടുള്ള ഈ ഒരു പേര് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്തിട്ട് നിലവിൽ നിങ്ങളുടെ വൈഫൈയുടെ പേരായിരിക്കും ഇവിടെ കാണുന്നത്. ഈ വൈഫൈയുടെ പേര് ചേഞ്ച് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് നേരെ താഴെ സേവ് സെറ്റിംഗ്സ് കൊടുക്കാം. സേവ് സെറ്റിംഗ്സ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ വൈഫൈയുടെ പേര് മാറുന്നതാണ്. അതുപോലെ തന്നെ ഇതിന് വലതുഭാഗത്ത് കാണാൻ WLAN സെക്യൂരിറ്റി എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക.